നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാമന്തളി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായിരുന്ന OK കുഞ്ഞിക്കണ്ണന്റെ ചരമവാർഷികവും സ്മാരക സ്തൂപത്തിന്റെ സമർപ്പണവും ജില്ലാ സെക്രട്ടറി P. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. മുറ തെറ്റാതെ ഇടയിലക്കാടിൽ വാനരസദ്യ. തുടർച്ചയായി 9ാം വർഷമാണ് ഇടയിലക്കാട്ടിൽ വാനരസദ്യ നടക്കുന്നത്. തിരുവോണനാളിൽ വീടുകൾ സന്ദർശിച്ച് TV രാജേഷ് MLA ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. വിവിധ കേസുകളിൽപ്പെട്ട് വർഷങ്ങളായി സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ലേലം ചെയ്ത് വിൽക്കാനുള്ള നടപടികൾ പയ്യന്നൂർ പോലീസ് ആരംഭിച്ചു. അന്യം നിന്നുപോയതും അല്ലാത്തതുമായ വിവിധ കാലഘട്ടങ്ങളിലെ കറൻസികളും നാണയങ്ങളും പുതുതലമുറയ്ക്കായി ശേഖരിച്ചു വെക്കുകയാണ് പയ്യന്നൂർ തായ്നേരിയിലെ കൃഷ്ണൻ നമ്പൂതിരി. വിശദമായ വാർത്തകളിലേക്ക്. രാമന്തളി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായിരുന്ന OK കുഞ്ഞിക്കണ്ണന്റെ ചരമവാർഷികവും സ്മാരക സ്തൂപത്തിന്റെ സമർപ്പണവും രാമന്തളിയിൽ നടന്നു. പ്രശസ്ത ശില്പി ഉണ്ണീഖാനായി നിർമ്മിച്ച OK സ്മാരക സ്തൂപത്തിന്റെ സമർപ്പണം CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ നിർവഹിച്ചു. P. കരുണാകരൻ MP മുഖ്യപ്രഭാഷണം നടത്തി. പൻസാരി എന്ന് പറയുന്ന എഴുത്തുകാരൻ, തബോക്കർ എന്ന് പറയുന്ന എഴുത്തുകാരൻ, ഇപ്പൊ സാംസ്കാരിക രംഗത്ത് പോലും സ്വതന്ത്രമായി എഴുതാൻ തയ്യാറാകുന്ന ആൾക്കാർ, ചിന്തിക്കാൻ തയ്യാറാകുന്ന ആൾക്കാർക്കെതിരെയുള്ള CPIM ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ അധ്യക്ഷനായിരുന്നു. C. കൃഷ്ണൻ MLA, PV കുഞ്ഞപ്പൻ, V. നാരായണൻ, അഡ്വക്കേറ്റ് P. സന്തോഷ്, MV ഗോവിന്ദൻ, OK ശശി എന്നിവർ പ്രസംഗിച്ചു. മുന്നോടിയായി പ്രകടനവും നടന്നു. നിരവധി പേർ പങ്കെടുത്തു. അവിട്ടം ദിനത്തിൽ മുറ തെറ്റാതെ ഇടയിലക്കാടിൽ വാനരസദ്യ. തുടർച്ചയായി 9ാം വർഷമാണ് ഇടയിലക്കാട്ടിൽ വാനരസദ്യ നടക്കുന്നത്. അന്താരാഷ്ട്ര കുരങ്ങു വർഷമായി ആചരിക്കുന്നുവെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. 100ൽ പരം ക്യാമറ കണ്ണുകൾ തുറന്നു നോക്കുന്നു. 1000ൽ പരം ആളുകൾ എങ്ങനെ സദ്യയുണ്ണും? ഇടയിലക്കാട് കാവിലെ വാനരപ്പടയാണ് വിഭവസമൃദ്ധമായ ഓണസദ്യ ഉണ്ണാൻ ആദ്യം മടിച്ചു നിന്നത്. നിത്യവും ചോറൂട്ടുന്ന മാണിക്കമ്മ സ്നേഹത്തോടെ പലതവണ വിളിച്ചപ്പോൾ വാനര സംഘം ഒന്നയഞ്ഞു. ആവോളം വെട്ടിവിഴുങ്ങി ഏമ്പക്കവും ഇട്ടു. നവോദയ വായനശാലൻ ഗ്രന്ഥാലയം ഇടയിലക്കാട് കാവിലെ വാനരന്മാർക്കൊരുക്കിയ 9ാമത് ഓണസദ്യയാണ് കാണികൾക്ക് കൗതുക കാഴ്ചയായത്. ഗ്രന്ഥാലയ പരിസരത്തു നിന്നും ഓണപ്പാട്ടുകൾ പാടി പുതുവസ്ത്രങ്ങളണിഞ്ഞ കുട്ടികൾ വിഭവങ്ങൾ പാത്രങ്ങളിൽ നുറുക്കിയിട്ട് പൂക്കളുമേന്തിയാണ് കാവിനരികിലെത്തിയത്. കുരങ്ങകൾക്ക് മുറ തെറ്റാതെ ഉപ്പു ചേർക്കാത്ത ചോറുമായി ചാലിൽ മാണിക്കവും റെഡി. കാവരികിൽ നിർത്തിയിട്ട ഡെസ്കുകളിൽ വാഴയിലകൾ നിരത്തിവെച്ചു. മാണിക്കം ചോറ് വിളമ്പി. തക്കാളി, പേരയ്ക്ക, സപ്പോട്ട, കക്കിരി, ക്യാരറ്റ്, ബീട്രൂട്ട്, പപ്പായ, ചെറി, വത്തക്ക, വാഴപ്പഴം, കരിമ്പ് എന്നിങ്ങനെ 11 വിഭവങ്ങൾ വട്ടത്തിലും നീളത്തിലുമായി കുട്ടികൾ ഇലയിൽ വിളമ്പി. കടലാസ് ഗ്ലാസിൽ കുടിവെള്ളവും പകർന്നു. കാവു കാണാനെത്തുന്ന സഞ്ചാരികൾ കുരങ്ങുകൾക്ക് അവയുടെ പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കുന്ന ബേക്കറി പലഹാരങ്ങളും ഉപ്പുചേർത്ത സാധനങ്ങളും ഭക്ഷണത്തിന് നൽകുന്നതിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഇത്തവണ വേറിട്ട സദ്യ തയ്യാറാക്കിയത്. 2016 അന്താരാഷ്ട്ര കുരങ്ങു വർഷമായി പ്രഖ്യാപിച്ച പ്രാധാന്യം കൂടിയുണ്ട് ഇത്തവണത്തെ സദ്യയ്ക്ക്. 40ഓളം കുരങ്ങുകളിൽ 30ഓളം പേരും സദ്യയുണ്ണാനെത്തി. വില്ലന്മാർ തുടക്കത്തിൽ തന്നെ കൂടുതൽ ഭക്ഷണം വായിൽ നിറച്ച് അണ്ണാക്കിലിട്ട് കരുതൽ ശേഖരവുമായി തിരിച്ചുപോയി. കുഞ്ഞുങ്ങൾക്കായിരുന്നു അവസാന ഊഴം. അവരെ സഹായിക്കാൻ അമ്മമാരും. കൗതുക കാഴ്ച ആവോളം ആസ്വദിച്ചാണ് കാണാനെത്തിയ കാഴ്ചക്കാർ മടങ്ങിയത്. ഈ കുരങ്ങുകളുടെ പ്രജനനശേഷി നശിക്കാനുള്ള കാരണമായിട്ട് ചൂണ്ടിക്കാണിച്ചത് ഈ കുരങ്ങുകൾക്ക് നൽകുന്ന തെറ്റായ തരത്തിലുള്ള ഭക്ഷണം ഒഴിവാക്കണം. പ്രത്യേകിച്ച് ഉപ്പ് ചേർത്ത പലഹാരങ്ങൾ, ബിസ്ക്കറ്റുകൾ തുടങ്ങിയവ ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞ 8 വർഷക്കാലമായി, ഇത്തവണ അത് 9ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഗ്രന്ഥാലയം സെക്രട്ടറി P. വേണുഗോപാലൻ, പ്രസിഡന്റ് PV പ്രഭാകരൻ, M. ബാബു, VK കരുണാകരൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തിരുവോണനാളിൽ വീടുകൾ സന്ദർശിച്ച് TV രാജേഷ് MLA ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. എരിപുരം എയിം പബ്ലിക് ട്രസ്റ്റിന്റെ സഹായത്തോടെയായിരുന്നു പരിപാടി.
തിരുവോണനാളിൽ ടി.വി. രാജേഷ് എം.എൽ.എ. തങ്ങളുടെ വീടുകളിലെത്തിയതോടെ വീട്ടുകാർ ഏറെ സന്തോഷത്തിലായിരുന്നു. ഓണക്കോടി കൂടി സമ്മാനിച്ചപ്പോൾ പലരുടെയും കണ്ണുകൾ നിറഞ്ഞു. എരുപുരം വണ്ണാന്തരം ലക്ഷംവീട് കോളനിയിലെയും പാളയം ലക്ഷംവീട് കോളനിയിലെയും വയോജനങ്ങൾക്കാണ് ഓണക്കോടി സമ്മാനിച്ചത്. എരുപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എയിം പബ്ലിക് ട്രസ്റ്റാണ് ഓണക്കോടി നൽകിയത്. എന്തായാലും കോളനി നിവാസികൾ ഏറെ ആഹ്ലാദത്തിലാണിന്ന്. ഓണദിനത്തിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച എയിംസിന്റെ പ്രവർത്തകരെ എം.എൽ.എ. അഭിനന്ദിച്ചു. പബ്ലിക് ട്രസ്റ്റ് എരുപുരത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മലയാളികളുടെ മഹോത്സവമായ ഈ തിരുവോണം നാളിൽ ഈ പ്രദേശത്തെ വീടുകളിൽ പ്രായം ചെന്നവരെ നേരിൽ കണ്ട് അവർക്കൊരു ഓണപ്പൂതി ഓണസമ്മാനം നൽകാനാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഓണമെന്ന് പറയുന്നത് മലയാളികളുടെ ഓർമ്മയുടെയും മതനിരപേക്ഷതയുടെയും കൂട്ടായ്മയുടെയും ഒരു മഹോത്സവമാണ്. മനുഷ്യ മനസ്സിലെ എല്ലാ മാലിന്യങ്ങളും കഴുകിക്കളയാനും ജാതി മത ചിന്താഗതികൾക്ക് അതീതമായി മനുഷ്യരെ ഒന്നിപ്പിക്കാനും ഈ ഓണത്തിന് കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെയും ലോകത്തെല്ലായിടത്തുമുള്ള മലയാളികൾക്കും നന്മ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എൻ.വി. അജയ്കുമാർ, പി.വി. ഉണ്ണിരാജൻ, ബദറുദ്ദീൻ, വി. വിനോദ്, ബൈജു എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. വിവിധ കേസുകളിൽപ്പെട്ട് വർഷങ്ങളായി സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ലേലം ചെയ്ത് വിൽക്കാനുള്ള നടപടികൾ പയ്യന്നൂർ പോലീസ് ആരംഭിച്ചു. 40ഓളം ബൈക്കുകളാണ് പയ്യന്നൂർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. എഞ്ചിൻ നമ്പറിലൂടെയും ചേസിസ് നമ്പറിലൂടെയും കണ്ടെത്തിയ ഉടമകൾക്ക് നോട്ടീസ് അയച്ചുവെങ്കിലും അവകാശികൾ എത്താത്തതിനെ തുടർന്നാണ് പോലീസിന്റെ അവസാന നടപടി. ഈ വാഹനങ്ങളെ സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ വില്ലേജ് ഓഫീസുകളിലെ നോട്ടീസ് ബോർഡുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 30 ദിവസത്തിനുള്ളിൽ അവകാശികൾ എത്തിയില്ലെങ്കിൽ ഈ ലേലം വഴി വിൽപ്പന നടത്തുമെന്ന് എസ്.ഐ. എ.ബി. ദിനേശ് അറിയിച്ചു. 250ഓളം വാഹനങ്ങളാണ് പയ്യന്നൂർ പോലീസ് മൈതാനിയിൽ കെട്ടിക്കിടക്കുന്നത്. ഇവയിൽ തന്നെ മിക്കതും അപകടക്കേസുകളിൽപ്പെട്ടവയാണ്. തങ്കയം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സ്മാരക വായനശാല എം.എ.എം. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംയുക്താഭിമുഖ്യത്തിൽ സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു. പി. കോരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. സാംസ്കാരിക സായാഹ്നത്തിൽ ഇ. ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വത്സൻ പിലിക്കോട് മുഖ്യാതിഥിയായിരുന്നു. ബ്രിട്ടീഷുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യക്കാരൻ, ഒരു കേരളക്കാരൻ അവരെ സ്റ്റുപ്പിഡ് എന്ന് അഭിസംബോധന ചെയ്യുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് വെല്ലൂർ സെൻട്രൽ ജയിലിൽ 6 മാസം ടി.എസ്. മുമ്പ് ജയിൽ വാസം അദ്ദേഹത്തിന് ലഭിച്ചു. വി. പവിത്രൻ മാസ്റ്റർ, ഇ. വി. രാജേഷ്, പി. രാഘവൻ, ഇ. വി. ദിനേശൻ, കാർമേൽ ദാമു എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് പ്രഭാകരൻ തരങ്കിണിയെയും ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും അനുമോദിക്കുകയും ചെയ്തു. മാളവിക ജയദേവ് +2. പി. രാഘവൻ ഉപഹാര സമർപ്പണം നടത്തി. തുടർന്ന് ട്രാക്ക് ചലച്ചിത്രഗാന മത്സരവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വാഴയിലപ്പുഴുവിന്റെ ജീവിതചക്രത്തിന്റെ പ്രദർശനം മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സ്കൂൾ സിഡിക്കോ ക്ലബിന്റെയും ഭൂമിത്രസേന ക്ലബിന്റെയും നേതൃത്വത്തിലാണ് പ്രദർശനം നടന്നത്. വാഴക്കർഷകർക്ക് ഭീഷണി പരത്തിയ വാഴയിലപ്പുഴുവിന്റെ ജീവിതചക്ര പ്രദർശനമാണ് വിദ്യാലയത്തിൽ നടന്നത്. ഇവയെ ഭക്ഷിക്കുന്ന പക്ഷികളുടെ കുറവാണ് ഇത്തരം പുഴുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്നതിന് കാരണമാകുന്നതെന്ന് കുട്ടികൾ കണ്ടെത്തി. കൊഴുമ്മൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിരുമുറ്റപ്പന്തലിന്റെ സമർപ്പണം നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. കൊഴുമ്മൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിർമ്മിച്ച തിരുമുറ്റപ്പന്തലിന്റെയും കിഴക്കേ നട ഗോപുരത്തിന്റെയും സമർപ്പണമാണ് നടന്നത്. ഭക്തരുടെ ദീർഘനാളായുള്ള ഒരാഗ്രഹമാണ് ഇതിലൂടെ സഫലമായിരിക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു. അതിന് നടത്തുന്നതിൻ്റെ ഉദ്ദേശം അവരുടെ പരിപാടികൾ നടക്കാൻ വളരെ വിഷമമുള്ളതുകൊണ്ട് പുതുതായി ഇവിടെ കൊണ്ടും അതേ അവസരത്തിൽ തന്നെ കിഴക്ക് ഭാഗത്ത് ഒരു ഗോപുരവും നമ്മൾ നിർമ്മിച്ചിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ ക്ഷേത്രം വളരെ നാളായി നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. 2016 ഡിസംബർ 18 നടക്കുന്ന ലക്ഷദ്വീപ സമർപ്പണത്തിന്റെ ഫണ്ട് ശേഖരണവും തദവസരത്തിൽ നടന്നു.
ഇടയിലക്കാട് സ്വരാജ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് പുതിയ കെട്ടിടമായി. ഇന്ത്യൻ വനിതാ വോളിബോൾ കോച്ച് ടി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ ഇടപെടലുകൾ നടത്തിയ ഇടയിലക്കാട് സ്വരാജ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് അംഗം KV കരുണാകരന്റെ അധ്യക്ഷതയിൽ ഇന്ത്യൻ വനിതാ വോളിബോൾ കോച്ച് ടി ബാലചന്ദ്രൻ നിർവഹിച്ചു. ഉദ്ഘാടന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ സംസാരിച്ചു. ധനേഷ് TV സ്വാഗതവും രാജേഷ് M നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കായിക കലാമത്സരങ്ങളും അരങ്ങേറി. അന്യം നിന്നു പോയതും അല്ലാത്തതുമായ വിവിധ കാലഘട്ടങ്ങളിലെ കറൻസികളും നാണയങ്ങളും പുതുതലമുറയ്ക്കായി ശേഖരിച്ചു വെക്കുകയാണ് പയ്യന്നൂർ തായ്നേരിയിലെ കൃഷ്ണൻ നമ്പൂതിരി. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ബങ്കിം ചന്ദ്ര ചാറ്റർജി, സുഭാഷ് ചന്ദ്രബോസ്, ഇന്ദിരാഗാന്ധി തുടങ്ങിയ മൺമറഞ്ഞ മഹാന്മാരുടെ ചിത്രങ്ങളും സർക്കാരിന്റെ ചിഹ്നങ്ങൾ അടയാളപ്പെടുത്തിയ നാണയങ്ങളും ഇദ്ദേഹത്തിന്റെ ശേഖരണത്തിലുണ്ട്. പഴയകാല നാണയങ്ങളായ ഓട്ടമുക്കാൽ, ഓട്ടണ, കാലേ അരക്കാലണ, കാലണ, നാലണ തുടങ്ങി വിവിധ നാണയങ്ങളാണ് ശേഖരിച്ചിട്ടുള്ളത്. 1968 മുതലാണ് കോയിൻസിനോട് താല്പര്യം തുടങ്ങിയത്. അന്ന് മുതലേ കോയിൻസ് കളക്ഷൻ വേണമെന്നൊരു ആഗ്രഹം തുടങ്ങി. ആദ്യം തന്നെ ഒരു 10 രൂപയാണ് എൻ്റെ കയ്യിൽ വന്ന് പെട്ടത്. വളരെ പഴക്കമില്ല 10 രൂപ. അതുമുതൽ ഞാൻ കോയിൻസ് തുടങ്ങി. ഇപ്പോൾ ഇത് ഇനി വരുന്ന തലമുറക്കെങ്കിലും ഒരു കാഴ്ച വസ്തുവായി നിൽക്കണം എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. പയ്യന്നൂർ തായ്നേരിയിലെ തുളുവന്നൂർ ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തിയാണ് തായ്നേരി കൃഷ്ണൻ നമ്പൂതിരി. 1968 മുതലാണ് കറൻസികളും നാണയങ്ങളും ശേഖരിച്ചു തുടങ്ങിയതെന്ന് ഇദ്ദേഹം പറഞ്ഞു. കൊക്കാനശ്ശേരി നായർ സമുദായ ക്ഷേമ സമിതി വാർഷിക ജനറൽ ബോഡി യോഗവും അവാർഡ് വിതരണവും അനുമോദനവും ഡോക്ടർ VC രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൊക്കാനിശ്ശേരി നായർ സമുദായ ക്ഷേമ സമിതി വാർഷിക ജനറൽ ബോഡി യോഗവും SSLC +2 CBSE പരീക്ഷകളിൽ ക്ഷേമസമിതി അംഗങ്ങളുടെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള വിവിധ അവാർഡുകളുടെ വിതരണവും കൊക്കാനിശ്ശേരി മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഹാളിൽ നടന്നു. ഉദ്ഘാടനവും അവാർഡ് ദാനവും ഡോക്ടർ VC രവീന്ദ്രൻ നിർവഹിച്ചു. കല്ലത്ത് തമ്പാൻ അധ്യക്ഷത വഹിച്ചു. PK രാമദാസൻ നായർ സ്വാഗതം ആശംസിച്ചു. ഡോക്ടർ K മോഹൻ രാമദാസ്, ഡോക്ടർ K ദാമോദരൻ, AV ഗോവിന്ദൻ അടിയോടി, C രാജൻ, P ശിവദാസ്, ബാലൻ നായർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഏറെ ഔഷധ ഗുണമുള്ള ഒന്നാണ് മൈസൂർ വാഴ. ഒരു കാലത്ത് നമ്മുടെ പുരയിടങ്ങളിൽ സമൃദ്ധമായി ഉണ്ടായിരുന്ന ഈ വാഴയും പതിയെ കാണാമറയത്താവുകയാണ്. ഏറെ ഔഷധഗുണമുണ്ടെങ്കിലും നാം പരിചരിക്കാതെയും അവഗണിച്ചും പോന്ന ഒന്നാണ് മൈസൂർ വാഴ. വലിയ പരിചരണമൊന്നും കൂടാതെ 10 മാസം കൊണ്ട് വിളവ് തരുന്ന മൈസൂർ വാഴ മറ്റു പഴങ്ങളെ അപേക്ഷിച്ച് രുചി കൊണ്ടും ഗുണം കൊണ്ടും ഏറെ മുന്നിലാണ്. ദഹന വ്യവസ്ഥയുടെ തകരാർ മൂലം ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനെ പ്രതിരോധിക്കാൻ ഈ പഴത്തിന് കഴിയും. ഹൃദ്രോഗം, മൂത്രക്കല്ല്, പ്രമേഹം, അനീമിയ, ക്ഷയം, മലബന്ധം, അൾസർ, വയറിളക്കം, പൈൽസ്, നെഞ്ചരിച്ചിൽ, നാഡീകേന്ദ്രീകൃത വേദനകൾ എന്നിവയ്ക്കെതിരെയുള്ള ഔഷധമായി ഈ പഴത്തെ ഉപയോഗിക്കാവുന്നതാണ്. മദ്യപാനാസക്തിയെ ഇല്ലാതാക്കുവാനും മൈസൂർ പഴത്തിന് കഴിയും. മഞ്ഞപ്പിത്തത്തിന് കീഴാർനെല്ലി പോലെയാണ് ഹൃദ്രോഗത്തിനും മൂത്രക്കല്ലിനും മൈസൂർ പഴം. 37% സ്റ്റാർച്ചും 22% വരെ പഞ്ചസാരയും ടാനിക് അമ്ലം, ഗാലിക് അമ്ലം, അൽബുമിൻ, വിറ്റാമിൻ A, B, C, ഇരുമ്പ് എന്നിവയും ഈ പഴത്തിൽ അടങ്ങിയിരിക്കും. മൈസൂർ പഴത്തിന്റെ ലഭ്യതക്കുറവ് ഇതിന് തോന്നിയ പോലെ വിലയിടാക്കാൻ വ്യാപാരികളെ പ്രേരിപ്പിക്കുന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. നിരവധി പേർ പങ്കാളികളായി. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് റോഡ് കാടുമൂടി കാൽനടയാത്ര പോലും ദുസ്സഹമായ അവസ്ഥയിലാണ് പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രവർത്തകർ ശ്രമദാനത്തിന് മുന്നിട്ടിറങ്ങിയത്. തൃക്കരിപ്പൂർ മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് MTP കരീം ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ MTP കുഞ്ഞബ്ദുള്ള, ഫായിസ് UP, ഷുഹൈബ് VPP, ഷംസുദ്ദീൻ VPM, ഇബ്രാഹിം തട്ടാച്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. യൂത്ത് ലീഗ് പ്രവർത്തകരായ സുജാദ് M, ഷംനാസ്, ഷമീം, അസ്ലം, മുസമിൽ, സുബൈർ തുടങ്ങി നിരവധി പേർ ശ്രമദാനത്തിൽ പങ്കാളികളായി. സർക്കാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരോ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനോട് കാണിക്കുന്ന ഈ അവഗണന നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ് അനുഭവിക്കുന്നത്. അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഈ ഓണദിനത്തിൽ തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വൃത്തിയാക്കാൻ വേണ്ടി എത്തിച്ചേർന്നത്. രാവിലെ മുതൽ ആരംഭിച്ച ശ്രമദാനം ഉച്ചവരെ നീണ്ടുനിന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
ഭക്ഷ്യവിഭവങ്ങൾ കൊണ്ട് തീർത്ത പൂക്കളം ശ്രദ്ധേയമായി. KSRTU പയ്യന്നൂർ ഏരിയ സെക്രട്ടറി T. ഗോപാലന്റെ വീട്ടിൽ തീർത്ത വ്യത്യസ്തമായ പൂക്കളം മനോഹരമായി. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി 3 മതചിഹ്നങ്ങൾ കൊണ്ടാണ് വീട്ടുമുറ്റത്ത് പൂക്കളം തീർത്തത്. ഭക്ഷ്യവസ്തുക്കൾ കൊണ്ട് തീർത്ത പൂക്കളം ഏറെ ആകർഷകമായിരുന്നു. വിവാഹവേദിയിൽ നിന്ന് വായനശാലയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി. അന്നൂരിലെ നിധിന്റെയും കാർത്തികയുടെയും വിവാഹ ചടങ്ങിൽ വെച്ചാണ് അന്നൂർ ഭഗത് സിംഗ് സ്റ്റഡി സെന്ററിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ പുസ്തകം ഏറ്റുവാങ്ങി. കുഞ്ഞിമംഗലം തെരുവ് വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ 17 കുട്ടികൾ ചെണ്ടവാദ്യത്തിൽ അരങ്ങേറ്റം കുറിച്ചു. വിവിധ വാദ്യങ്ങളുടെ അകമ്പടിയോടെ 35-ലധികം കലാകാരന്മാർ അരങ്ങേറ്റത്തിന് കൊഴുപ്പേകാൻ അണിചേർന്നു. ഏഴിനും 18നും ഇടയിൽ പ്രായമുള്ള 17 കുട്ടികളാണ് ചെണ്ടമേളത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. ചെറുതാഴം കരയടം ചന്ദ്രന്മാരാരുടെ ശിക്ഷണത്തിൽ 3 മാസം കൊണ്ടാണ് ഇവർ അഭ്യസിച്ചത്. കൊമ്പ്, ഇലത്താളം, വലന്തല ഉൾപ്പെടെയുള്ള വാദ്യ ഉപകരണങ്ങളോടെ 35-ലധികം കലാകാരന്മാർ അരങ്ങേറ്റത്തിന് കൊഴുപ്പേക്കാൻ അണിചേർന്നു. 1.5 മണിക്കൂറിലധികം നീണ്ടുനിന്ന പഞ്ചാരിമേളം ആസ്വദിക്കാൻ നിരവധി പേരാണ് ക്ഷേത്രാങ്കണത്തിൽ തടിച്ചുകൂടിയത്. ചെണ്ടവാദ്യം അഭ്യസിപ്പിച്ച ചന്ദ്രന്മാരാരെ ക്ഷേത്രം കർമ്മി M. ശേഖരൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. MP തമ്പാൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് പായസ വിതരണവും നടന്നു. മാത്തിൽ ഹയർ സെക്കൻഡറി തുല്യതാ ബാച്ചിന്റെ ഓണാഘോഷം എരമം കടേക്കര അഞ്ജലി വിദ്യാനികേതനിൽ നടന്നു. കവി മാധവൻ പുറച്ചേരി ഉദ്ഘാടനം ചെയ്തു. സുപ്പീരിയർ സിസ്റ്റർമാർ, അധ്യാപകർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. നിങ്ങളുടെ പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടി പാസ്സാകും. അത് കഴിഞ്ഞ് നിങ്ങൾ പഠിക്കുമായിരിക്കും. പക്ഷെ നിങ്ങൾ ഈ പരീക്ഷയാണ്, ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയെന്നും പരീക്ഷണ ഘട്ടങ്ങളിലൂടെയുള്ള നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുറെ കൂടി പക്വതയുള്ളവരാണ്, കുറെ കൂടി പ്രായം. സാധാരണ ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടികളെ കാണിക്കുന്നത് പോലുള്ള ഇതല്ല, കുട്ടികളുടെ ഒരു വേറൊരു ലോകമാണ്. നമ്മളെന്ത് പറഞ്ഞാൽ ഞാൻ 2 ദിവസം മുമ്പേ ഇങ്ങനെ വീട്ടിൽ നിന്ന് നടന്ന് തൊട്ട് മുകളിലുള്ള വീട്ടിലെത്തി. ഒരു വളവിലൊരു ഗേറ്റൊക്കെ ഉണ്ട് ആ വീട്ടിൽ. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നവരാത്രി ആരാധന മഹോത്സവ കമ്മിറ്റി രൂപീകരിച്ചു. K. ശിവകുമാറിനെ ചെയർമാനായും ഇടവിലത്ത് ഭാസ്കരനെ ജനറൽ കൺവീനറായും T. രാജേഷിനെ ട്രഷററായും കമ്മിറ്റി രൂപീകരിച്ചു. ഇനി അറിയിപ്പുകൾ. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം 2016 നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾ സേവയായി നടത്തുവാൻ ആഗ്രഹിക്കുന്നവർ സെപ്റ്റംബർ 18 ഞായറാഴ്ചയ്ക്ക് മുൻപായി ക്ഷേത്രം ഓഫീസിലോ ആഘോഷ കമ്മിറ്റി ഓഫീസിലോ ബന്ധപ്പെടേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് 9954759593 9746100192 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. കോറോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1977-78 SSLC ബാച്ചിന്റെ സംഗമം ഒപ്പരം 2016 സെപ്റ്റംബർ 18 ഞായറാഴ്ച സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രാവിലെ 9:30 ആരംഭിക്കും. മൂരിക്കോവൽ ഗ്രാമകലാസമിതിയുടെ ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ 16 ഉച്ചയ്ക്ക് 2 മണി മുതൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാമന്തളി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായിരുന്ന OK കുഞ്ഞിക്കണ്ണന്റെ ചരമവാർഷികവും സ്മാരക സ്തൂപത്തിന്റെ സമർപ്പണവും ജില്ലാ സെക്രട്ടറി P. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. മുറ തെറ്റാതെ ഇടയിലക്കാടിൽ വാനരസദ്യ. തുടർച്ചയായി 9ാം വർഷമാണ് ഇടയിലക്കാട്ടിൽ വാനരസദ്യ നടക്കുന്നത്. തിരുവോണനാളിൽ വീടുകൾ സന്ദർശിച്ച് TV രാജേഷ് MLA ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. വിവിധ കേസുകളിൽപ്പെട്ട് വർഷങ്ങളായി സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ലേലം ചെയ്ത് വിൽക്കാനുള്ള നടപടികൾ പയ്യന്നൂർ പോലീസ് ആരംഭിച്ചു. അന്യം നിന്നുപോയതും അല്ലാത്തതുമായ വിവിധ കാലഘട്ടങ്ങളിലെ കറൻസികളും നാണയങ്ങളും പുതുതലമുറയ്ക്കായി ശേഖരിച്ചു വെക്കുകയാണ് പയ്യന്നൂർ തായനേരിയിലെ കൃഷ്ണൻ നമ്പൂതിരി. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.